മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കി സുരക്ഷാ സേന. ഛത്തീസ്ഗഡിലെ അബുഛത് മേഖലയിലെ ഏറ്റുമുട്ടലിൽ 2 കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. AK-47 തോക്ക്, സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു. അതേസമയം ഒഡീഷയിൽ കൊരാപുട്ട് ജില്ല മാവോയിസ്റ്റ് മുക്തമായി പ്രഖ്യാപിച്ചു. സർക്കാർ തലയ്ക്ക് വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് കേഡർ കീഴടങ്ങിയതോടെയാണ് ഈ പ്രഖ്യാപനം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, അഭിനന്ദനാർഹമാണ്. മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കിയിരിക്കുന്നു സുരക്ഷാ സേന. ഇതിൽ ഒരു ജില്ല മാവോയിസ്റ്റ് മുക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്? ഒപ്പം മറ്റു വിവരങ്ങൾ കൂടി വ്യക്തമാക്കാം. അശ്വതി, രാജ്യത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു. അതിനനുസൃതമായിട്ടുള്ള സുരക്ഷാ നടപടികളും ഒപ്പം സമാധാന ശ്രമങ്ങളും ഒരുപോലെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് ഛത്തീസ്ഗഡ്. കൂടാതെ ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, തെലങ്കാന ഈ വനമേഖലകളിലും ഈ അതിർത്തി മേഖലകളിലുമാണ് നിലവിൽ പേരിനെങ്കിലും ഈ മാവോയിസ്റ്റ് ഭീകരവാദം ശേഷിക്കുന്നത്. അവിടെ അതിശക്തമായിട്ടുള്ള സുരക്ഷാ നടപടിയാണ്. ഒന്നുകിൽ കീഴടങ്ങി സർക്കാർ നിർദ്ദേശിക്കുന്ന തരത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുക, ആയുധം താഴെ വയ്ക്കുക, മുഖ്യധാരയിലേക്ക് എത്തുക. അതല്ലെങ്കിൽ അതിശക്തമായ സൈനിക നടപടി നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് സുരക്ഷാ സേന മുൻപോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഛത്തീസ്ഗഡിൽ അബുജിത് മേഖലയിൽ കഴിഞ്ഞ ദിവസം വലിയ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഇതുവരെ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 2 മൃതദേഹങ്ങൾ കൂടിയാണ് ഇന്ന് കണ്ടെടുത്തിട്ടുള്ളത്. AK-47 തോക്കും സ്ഫോടക വസ്തുക്കളും മേഖലയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഗഡ്ചിരോളി മേഖലയിലും സുരക്ഷാ സേന പരിശോധന തുടരുന്നുണ്ട്. അത്തരത്തിൽ അതിശക്തമായി മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. അതിനിടയിലാണ് ഒഡീഷയിൽ കൊരാപുട്ട് ജില്ല മാവോയിസ്റ്റ് മുക്തമായി പ്രഖ്യാപിച്ചത്. അവിടെ സർക്കാർ തലയ്ക്ക് 5 ലക്ഷം വിലയിട്ടിരുന്ന മാവോയിസ്റ്റ് കമാൻഡറും കൂട്ടാളികളും ആയുധം വെച്ച് കീഴടങ്ങിയതോടുകൂടിയാണ് ആ പ്രദേശം മുഴുവൻ, ആ ജില്ല മുഴുവൻ തന്നെ, കൊരാപുട്ട് ജില്ല തന്നെ മാവോയിസ്റ്റ് മുക്തമായി നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുൻപ് 10 വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം 48 ജില്ലയോളം ഈ മാവോയിസ്റ്റ് ഭീകരവാദം അതിശക്തമായി നിലനിന്നിരുന്നു എന്നുള്ളത് നേരത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഉൾപ്പെടെ പാർലമെൻറ്റിൽ രേഖകൾ സഹിതം വ്യക്തമാക്കിയിരുന്നു. ഇന്നത് 8 ജില്ലകളിൽ താഴെയായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് എത്രത്തോളം ആഭ്യന്തര സുരക്ഷയ്ക്കും വിഘടനവാദത്തെയും ചെറുത്തു തോൽപ്പിക്കാൻ രാജ്യത്തിൻ്റെ സുരക്ഷാ സേനയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പ്രാധാന്യം നൽകി എന്ന് തെളിയിക്കുന്നതാണ്. അതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങുകയോ അല്ലെങ്കിൽ സുരക്ഷാ സേന അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നത്. അശ്വതി. ജിഷ്ണു, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കിയിരിക്കുകയാണ് സുരക്ഷാ സേന. ഛത്തീസ്ഗഡിലെ അബ്ജുബത് മേഖലയിലെ ഏറ്റുമുട്ടലിൽ 2 കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. ഡൽഹിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജിഷ്ണു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.